Good morning, all. Good morning, ma'am. Good morning, ma'am. Morning, ma'am. Good morning, ma'am. Morning, ma'am. Okay, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ പുതിയൊരു ചാപ്റ്റർ ആണ് നമ്മൾ ഇന്ന് എടുക്കുന്നത്. ചാപ്റ്റർ 3 ലബോറട്ടറി സർവീസ്. ഓക്കെ, ലബോറട്ടറി സർവീസ് ഒരു ചാപ്റ്റർ ആണ്. അപ്പോ ഫസ്റ്റ്ലി ചോദിക്കട്ടെ, ലബോറട്ടറി അല്ലെ, നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിനുള്ളിലെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ലബോറട്ടറി എന്ന് പറയുന്നത്. ഹോസ്പിറ്റലിൽ മാത്രമല്ല പുറത്തും ലബോറട്ടറി സർവീസസുകൾ അവൈലബിൾ ആണ് അല്ലെ. അപ്പോ നിങ്ങൾ ലബോറട്ടറിയിൽ എല്ലാവരും പോയിട്ടുണ്ടാവുമല്ലോ ഒരിക്കലെങ്കിലും നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും മറ്റും എല്ലാവരും ലബോറട്ടറിയിൽ കയറിയിട്ടുണ്ട് ഇല്ലേ? പോയിട്ടുണ്ടോ? ഓക്കെ, ദെൻ എന്തൊക്കെയാണ് നമ്മുടെ ലബോറട്ടറിയിൽ കാണുന്നത്? മീൻസ് എക്യുപ്മെന്റ്സോ മറ്റ് എന്തെല്ലാം സാധനങ്ങളാണ് നമ്മളൊരു ലബോറട്ടറിയിൽ ചെല്ലുമ്പോൾ കാണാൻ സാധിക്കുന്നത്? സ്പെസിമെൻസുകൾ, ഓക്കെ, സാമ്പിളുകളൊക്കെയാണ് അവിടെ പരിശോധിക്കുന്നത്. ദെൻ നീഡിൽസ് ഉണ്ടാകും, ദെൻ മറ്റ് എക്യുപ്മെന്റ്സുകൾ ഉണ്ടാകും അല്ലെ, ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റുകളും മറ്റു മീൻസ് നീഡിൽസും സിറിഞ്ചും അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ് ലബോറട്ടറിയിൽ ഉള്ളത് അല്ലെ. സേഫ്റ്റി മെഷേഴ്സ് ഉണ്ട്. നമുക്ക് ഇനി നമ്മുടെ ചാപ്റ്ററിലേക്ക് പോകാം കേട്ടോ. ഇൻട്രൊഡക്ഷൻ നോക്കാം. A medical laboratory or clinical laboratory is a place where tests are done on clinical specimen to get information about the health of a patient to help in diagnosis, treatment and prevention of diseases. Okay. അപ്പൊ ഒരു മെഡിക്കൽ ലബോറട്ടറി എന്ന് പറയുന്നത് എന്താണ്? ഒരു ലബോറട്ടറി എന്ന് പറയുന്നത് എന്താണ്? ലബോറട്ടറിയിൽ ചെയ്യുന്നത് നമ്മള് എന്താ ലബോറട്ടറിയിൽ ചെയ്യുന്നത്? എന്തിന്റെയാണ് അവിടെ പരിശോധന നടത്തുന്നത്? നമ്മൾ ലബോറട്ടറിയില് ടെസ്റ്റുകളാണ് അല്ലെ. സാമ്പിളുകൾ ഉപയോഗിച്ചുകൊണ്ട് ടെസ്റ്റുകൾ, ആ ടെസ്റ്റിലൂടെയാണ് ആ ഒരു രോഗം നമ്മൾ കണ്ടുപിടിക്കുന്നത് അല്ലെ. ഒരു രോഗിയുടെ ആരോഗ്യത്തെ കുറിച്ചുള്ള വിവരങ്ങൾ, അതായത് ആ രോഗിയുടെ അസുഖം എന്താണ് അല്ലെ, അപ്പൊ ആ രോഗിയുടെ ആരോഗ്യത്തെ കുറിച്ചുള്ള വിവരങ്ങള് കണ്ടുപിടിക്കുന്നതിന് വേണ്ടി ആ രോഗിയിൽ നിന്ന് ലഭിക്കുന്ന സാമ്പിളുകളിൽ നിന്നും പരിശോധനകൾ നടത്തുന്ന ഒരു സ്ഥലം, ഒരു പ്ലേസ് ആണ് എന്റെ ലബോറട്ടറി എന്ന് പറയുന്നത് അല്ലെ. സാമ്പിളുകൾ പരിശോധിക്കുന്ന ഒരിടം അല്ലെ. ദെൻ ആ പരിശോധനയിലൂടെയാണ് നമുക്ക് ആ ഒരു വ്യക്തിയുടെ ആരോഗ്യസ്ഥിതി, രോഗം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. മെഡിക്കൽ ലബോറട്ടറീസ് ഡിഫർ ഇൻ സൈസ് ആൻഡ് കോംപ്ലക്സിറ്റി അല്ലെ. അപ്പോ മെഡിക്കൽ ലബോറട്ടറികള് വലിപ്പത്തിലും മറ്റു സങ്കീർണതയിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. എല്ലാ ലബോറട്ടറിയും ഒരേപോലെ ആയിരിക്കോ? ആണോ? ചിലപ്പോൾ ചില ലബോറട്ടറികൾ നല്ല വലിയ സൈസും അതുപോലെ തന്നെ എന്താണ് അത്യാവശ്യം എല്ലാ ടെസ്റ്റുകളും ചെയ്യുന്നുണ്ടാവും. പക്ഷേ ചുരുക്കം ലബോറട്ടറികൾ വളരെ കുറച്ച് മീൻസ് കോമൺ ആയിട്ടുള്ള ടെസ്റ്റുകൾ മാത്രം ചെയ്യുന്ന ലബോറട്ടറികളും ഉണ്ട്. അപ്പോ ഈ ലബോറട്ടറികൾ എല്ലാം തന്നെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നു. ഇനി നോക്കാം. Medical laboratories differ in size and complexity, so provide a different type of testing services. അല്ലെ, വെറൈറ്റി ആയിട്ടുള്ള ടെസ്റ്റിംഗ് സർവീസസ് ആണ് ഓരോ ലബോറട്ടറിയും പ്രൊവൈഡ് ചെയ്യുന്നത്. മെഡിക്കൽ ലബോറട്ടറി ഈസ് എ പാർട്ട് ഓഫ് ലബോറട്ടറി. മെഡിക്കൽ ലബോറട്ടറി എന്ന് പറയുമ്പോൾ ഇതൊരു ലബോറട്ടറിയുടെ ഒരു പാർട്ടാണ് മെഡിക്കൽ ലബോറട്ടറി എന്ന് പറയുന്നത്. That is equipped with various biomechanical equipments, materials and reagents, that is chemical, for carrying out different laboratory investigative activities by using biological specimens. എന്തൊക്കെയാണ് ബയോളജിക്കൽ സ്പെസിമെൻസിന് എക്സാമ്പിൾ? നോക്കാം. whole blood, serum, plasma, urine, stool, etc. അല്ലെ, ബയോളജിക്കൽ ആയിട്ടുള്ള സാമ്പിളുകൾ ഒരു പേഷ്യൻസിൽ നിന്നും എടുക്കുന്ന ബയോളജിക്കൽ ആയിട്ടുള്ള സാമ്പിളുകളാണ്. ഒന്ന് അണ്ടർലൈൻ ചെയ്യാട്ടോ, സാമ്പിളുകളാണ് ബയോളജിക്കൽ സാമ്പിൾസ്. ഏതൊക്കെയാണ്? whole blood അല്ലെ, ബ്ലഡ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാറുണ്ട്, സെറം, ബ്ലഡ് സെറംസ്. ദെൻ പ്ലാസ്മ, യൂറിൻ, സ്റ്റൂൾ, രക്തം. അതുപോലെ തന്നെ എന്തൊക്കെയാണ്? രക്തം, പിന്നെന്താണ്? യൂറിൻ, മൂത്രം. അതുപോലെ തന്നെ നമ്മൾ എന്താ യൂറിൻ കൊടുക്കും, സ്റ്റൂളും മലം നമ്മൾ ടെസ്റ്റ് ചെയ്യാറൊക്കെ ഉണ്ട് എന്തെങ്കിലും കേസുകളൊക്കെ വരുമ്പോൾ അല്ലെ. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ബയോളജിക്കൽ സ്പെസിമെൻസ് എന്ന് പറയുന്നത്. അപ്പോ മെഡിക്കൽ ലബോറട്ടറി എന്ന് പറഞ്ഞാൽ ഒരു ലബോറട്ടറിയുടെ ഒരു ഭാഗമാണ്. അതിൽ
നിരവധിയായിട്ടുള്ള ബയോമെഡിക്കൽ ഇൻസ്ട്രുമെന്റ്സ്. നിങ്ങൾ പറഞ്ഞു എക്യുപ്മെന്റ്സുകൾ ഉണ്ട് അല്ലെ, നമ്മളൊരു ലാബിൽ ചെല്ലുമ്പോൾ ഒത്തിരി എക്യുപ്മെന്റ്സുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ സാമ്പിളുകൾക്ക് ടെസ്റ്റ് ചെയ്യുന്ന എക്യുപ്മെന്റ്സുകൾ ഉണ്ട്. അതുപോലെ ഒത്തിരി മെറ്റീരിയൽസുകൾ ഉണ്ട് അല്ലെ. ദെൻ കെമിക്കൽസ് ഉണ്ട്, റിയേജൻസ് ഉണ്ട്, കെമിക്കൽസ് ഉണ്ട്. എന്തിനു വേണ്ടി? ഇൻവെസ്റ്റിഗേറ്റ്, അന്വേഷണത്തിന് വേണ്ടി. അന്വേഷണം എന്ന് വെച്ചാൽ എന്താ? നമ്മളുടെ സ്പെസിമെനുകളുടെ നോക്കുന്നതിന് വേണ്ടി, ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ സജ്ജീകരിച്ച് വെച്ചിരിക്കുന്നത്. ദെൻ അതിൽ നമ്മൾ ബയോളജിക്കൽ സ്പെസിമെൻ, ഒരു രോഗിയുടെ ബയോളജിക്കൽ സ്പെസിമെൻസ് ആണ് നമ്മൾ അവിടെ ടെസ്റ്റ് ചെയ്യുന്നത്. ബ്ലഡ്, സിറം, പ്ലാസ്മ, യൂറിൻ, സ്റ്റൂൾ ഇവയ്ക്ക് നമ്മൾ പരിശോധിച്ചുകൊണ്ടാണ് ആ രോഗിയുടെ രോഗം എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, ഒരു ലബോറട്ടറി, എന്താണ് ഒരു ലബോറട്ടറി എന്ന് ക്ലിയർ ആയോ? സ്പെസിമെൻസുകളെ പരിശോധിക്കുന്ന ഒരു പ്ലേസ് ആണ് ലബോറട്ടറി. മെഡിക്കൽ ലബോറട്ടറി എന്ന് പറഞ്ഞാൽ ലബോറട്ടറിയുടെ ഒരു ഭാഗമാണ്. അതിൽ എക്യുപ്മെന്റ്സുകളുണ്ട്, ഇൻസ്ട്രുമെന്റ്സുകളുണ്ട്. ബയോളജിക്കൽ സ്പെസിമെൻസ് ആണ് നമ്മൾ അവിടെ പരിശോധിക്കുന്നത്. ബയോളജിക്കൽ സ്പെസിമെൻസ് എന്ന് പറഞ്ഞാൽ ബ്ലഡ്, സിറം, പ്ലാസ്മ, യൂറിൻ, സ്റ്റൂൾ. ഓക്കെ, വായിച്ചു നോക്കാം കേട്ടോ. ഇൻട്രൊഡക്ഷൻ ഭാഗം ഒന്ന് വായിക്കാം. സിമ്പിൾ ആണ്, മനസ്സിലാക്കി വായിക്കാം. നമുക്കറിയാലോ ഒരു ലബോറട്ടറി എന്ന് പറയുമ്പോൾ നമ്മൾ പോകുന്ന ഒരു ഇടമാണ് അല്ലെ. അപ്പൊ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കറിയാം. വായിച്ചു നോക്കാം കേട്ടോ. ലബോറട്ടറി ഇൻട്രൊഡക്ഷൻ. Okay, next okay. The objectives of a medical laboratory are providing its customers exact result which share clinical treatment. അപ്പോൾ ഒരു ലബോറട്ടറിയുടെ, ഒരു മെഡിക്കൽ ലബോറട്ടറിയുടെ ഒബ്ജക്റ്റീവ്, ലക്ഷ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൊവൈഡ് ഇറ്റ്സ് കസ്റ്റമേഴ്സ് അല്ലെ. അതിന്റെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻസ് ആയിരിക്കും അല്ലെ. അപ്പൊ കസ്റ്റമേഴ്സിന് എക്സാക്ട് റിസൾട്ട് വിച്ച് ഷെയർ ക്ലിനിക്കൽ ട്രീറ്റ്മെന്റ്, അവർക്ക് ക്ലിനിക്കൽ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള റിസൾട്ട്, എക്സാക്ട് ആയിട്ടുള്ള ഫലം കൊടുക്കുക എന്നതാണ് ഒരു ലബോറട്ടറിയുടെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ. നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടണം, അതാണ് ഒരു ലബോറട്ടറിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കാം. ഫങ്ഷണൽ ഡിവിഷൻ ഓഫ് ലബോറട്ടറി സർവീസ്. ഒരു ലബോറട്ടറി സർവീസിന്റെ ഫങ്ഷണൽ ഡിവിഷൻസ് എന്തൊക്കെയാണ്? ഒരു ലബോറട്ടറിയുടെ ഉള്ളിൽ വരുന്ന ഡിവിഷൻസ്. ലാബ് സർവീസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 5 ഡിവിഷൻ. 5 ഡിവിഷൻ ആയിട്ടാണ് നമ്മൾ ലബോറട്ടറിയിൽ ഫങ്ഷൻസ് മീൻസ് അതിന്റെ ധർമ്മങ്ങൾ, പ്രവർത്തനങ്ങൾ തിരിച്ചിരിക്കുന്നത്. എന്തൊക്കെയാണ്? 5 എണ്ണം നോക്കാം കേട്ടോ. ഫസ്റ്റ് വൺ ക്ലിനിക്കൽ പാത്തോളജി, ദെൻ സെക്കൻഡ് വൺ ക്ലിനിക്കൽ മൈക്രോബയോളജി, തേർഡ് വൺ ക്ലിനിക്കൽ ബയോകെമിസ്ട്രി, ദെൻ യൂറിൻ അനാലിസിസ്, ബ്ലഡ് ബാങ്ക്. ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഒരു ലബോറട്ടറിയിൽ ചെയ്യുന്നത് അല്ലെ. ക്ലിനിക്കൽ പാത്തോളജി, രോഗനിർണയങ്ങളൊക്കെ കണ്ടുപിടിക്കുക. ക്ലിനിക്കൽ മൈക്രോബയോളജി, അതായത് മൈക്രോ മീൻസ് സൂക്ഷ്മ വെച്ചിട്ടുള്ള അസുഖങ്ങൾ കണ്ടുപിടിക്കുക. ദെൻ ക്ലിനിക്കൽ ബയോകെമിസ്ട്രി അല്ലെ, അതായത് ഹോർമോണൽ അനാലിസിസും മറ്റും കണ്ടെത്തുക. ദെൻ യൂറിൻ അനാലിസിസ് അല്ലെ, നമ്മൾ യൂറിൻ പരിശോധിക്കാറുണ്ട്. ബ്ലഡ് ബാങ്ക്, ബ്ലഡ് ടെസ്റ്റുകളും മറ്റും അത്തരത്തിലുള്ള ബ്ലഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പോ 5 ഡിവിഷൻ ആയിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ നമുക്ക് നോക്കാം. ക്ലിനിക്കൽ പാത്തോളജി എന്താണ്? കണ്ടോ, ബോക്സ് ആണ് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ് ഇത്. ക്ലിനിക്കൽ പാത്തോളജിയിൽ വരുന്നത് എന്തൊക്കെയാണ്? ക്ലിനിക്കൽ മൈക്രോബയോളജിയുടെ കീഴിൽ വരുന്നത്, ദെൻ ക്ലിനിക്കൽ ബയോകെമിസ്ട്രി. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ക്ലിനിക്കൽ പാത്തോളജി നോക്കാം. എന്താണ് ക്ലിനിക്കൽ പാത്തോളജി എന്ന് നമുക്ക് ആദ്യം അറിയണം അല്ലെ. എന്താണ് പാത്തോളജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ടോ? സ്റ്റഡി ഓഫ് ഡിസീസസ്, രോഗങ്ങളെ കുറിച്ചുള്ള ഒരു പഠനമാണ് പാത്തോളജി. ഒന്ന് സൈഡിൽ എഴുതി വെക്കുക, സ്റ്റഡി ഓഫ് ഡിസീസസ്, പാത്തോളജി. ഇതിൽ നിന്ന് നമുക്ക് ഈ ഒരു ഫ്രണ്ട് പേജിൽ ഫസ്റ്റ് പേജിൽ നിന്ന് ഒത്തിരി ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. കാരണം ഒത്തിരി സ്റ്റഡീസിനെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഇപ്പൊ ഫസ്റ്റ് വൺ പാത്തോളജി, സ്റ്റഡി ഓഫ് ഡിസീസസ്. ഞാൻ പറയുന്നത് കേട്ടപ്പോ എഴുതിപ്പോയിക്കോളണം കേട്ടോ. സ്റ്റഡീസുകൾ എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. പറഞ്ഞുതരാം, അപ്പൊ എഴുതിയാൽ മതി നിങ്ങളെ. പാത്തോളജി നോട്ട് ചെയ്ത് വെക്കുക, അറിയില്ലാത്തവര് നോട്ട് ചെയ്യുക. സ്റ്റഡി ഓഫ് ഡിസീസസ്.
ഓക്കെ. ദെൻ അപ്പൊ ക്ലിനിക്കൽ പാത്തോളജി എന്താണെന്ന് നോക്കാം. ക്ലിനിക്കൽ പാത്തോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മളുടെ ബോഡി ഫ്ലൂയിഡ്സ് അല്ലെ, നമ്മളുടെ ശരീര ദ്രവങ്ങൾ, അതായത് ഇപ്പൊ ടിഷ്യൂ ആവാം, ബ്ലഡ് ആവാം, അല്ലെങ്കിൽ യൂറിൻ, അങ്ങനെയുള്ള നമ്മളുടെ ശരീര ദ്രവങ്ങൾ വെച്ചിട്ട് രോഗനിർണയം അല്ലെ, നമ്മൾ രോഗനിർണയം നടത്തുന്നതാണ് ക്ലിനിക്കൽ പാത്തോളജി. മീൻസ് രോഗം എന്താണെന്ന് കണ്ടുപിടിക്കുകയാണ് നമ്മൾ അല്ലെ, അതിന്റെ ലക്ഷണങ്ങൾ, കാരണങ്ങൾ എന്നിവയൊക്കെ നമ്മൾ തിരിച്ചറിയുന്നു. അതാണ് ക്ലിനിക്കൽ പാത്തോളജി, രോഗം കണ്ടുപിടിക്കുക. ഓക്കെ. ദെൻ ഇനി നോക്കാം ക്ലിനിക്കൽ പാത്തോളജിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് കേട്ടോ. ഫസ്റ്റ് വൺ ഹിമറ്റോളജി. എന്താ ഹിമറ്റോളജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഹിമറ്റോളജി സ്റ്റഡി ഓഫ് ബ്ലഡ്. എഴുതി വെക്കാം, സൈഡിൽ എഴുതാം, നേരെ നേരെ എഴുതി പോയിക്കോളണം. എല്ലാവരും എഴുതണോട്ടെ, നോട്ട് ചെയ്യണം, കാരണം ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് പ്രീവിയസില്. ഓക്കെ, അതുകൊണ്ടാണ് ജസ്റ്റ് സ്റ്റഡീസ് എന്താണെന്ന് മാത്രം എഴുതിയാൽ മതി. ഹിമറ്റോളജി സ്റ്റഡി ഓഫ് ബ്ലഡ്, സ്റ്റഡി ഓഫ് ബ്ലഡ്. ഓക്കെ, ഞാൻ ഓരോന്നും പറയുമ്പോൾ അതനുസരിച്ചിട്ട് എഴുതി പോയിക്കോളാം കേട്ടോ. വേറെ നമുക്ക് എക്സ്ട്രാ നോട്ടിംഗ് ഒന്നും ടൈം ഇല്ല, ഒപ്പം അവരുടെ എഴുതി പോയിക്കോളാം. ഹിമറ്റോളജി സ്റ്റഡി ഓഫ് ബ്ലഡ് അല്ലെ. അപ്പോ എന്താണിപ്പോ ഈ ബ്ലഡുകളെ കുറിച്ചുള്ള, അല്ലെങ്കിൽ സ്റ്റഡി ഓഫ് രക്തത്തിന്റെ അല്ലെ, നമ്മുടെ രക്തത്തെ കുറിച്ചുള്ള ഒരു പഠനമാണ്. രക്തത്തിന്റെ ഗുണവിശേഷണങ്ങളെയൊക്കെ കുറിച്ചും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന രോഗങ്ങൾ കണ്ടെത്തുകയാണ് നമ്മൾ ഹിമറ്റോളജിയിലൂടെ ചെയ്യുന്നത് അല്ലെ. അതായത് ഇപ്പോ എന്തൊക്കെയുണ്ട്, ഇപ്പൊ ബ്ലഡിൽ തന്നെ പല ഘടകങ്ങൾ ഉണ്ടെന്ന് പറയാം. ഏതൊക്കെയാണ്? ചെറിയ ക്ലാസ്സില് ബയോളജിയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. RBC ഉണ്ട്, റെഡ് ബ്ലഡ് സെൽസ് ഉണ്ട്, വൈറ്റ് ബ്ലഡ് അല്ലെ, WBC. പിന്നെ എന്തൊക്കെയാണ്? HB, ഹിമോ അല്ലെ, HB ഉണ്ട്. ഓക്കെ, പ്ലേറ്റ്ലെറ്റ്സുകൾ. ഓക്കെ, അപ്പൊ ഇതിനെ കുറിച്ചിട്ടുള്ള അതിന്റെയൊക്കെ നമ്മൾ ഹിമറ്റോളജി ആണ്. ഇങ്ങനെയുള്ള രക്തത്തെ കുറിച്ചിട്ടും രക്തത്തിന്റെ ഗുണവിശേഷണങ്ങളെ കുറിച്ചും രക്തവുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളെയാണ് നമ്മൾ ഹിമറ്റോളജിയിലൂടെ കണ്ടെത്തുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഹിമറ്റോളജി സ്റ്റഡി ഓഫ് ബ്ലഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ നോക്കാം, ഹിസ്റ്റോപാത്തോളജി. എന്താ ഹിസ്റ്റോപാത്തോളജി? കേട്ടിട്ടുണ്ടോ? ഹിസ്റ്റോപാത്തോളജി എന്താ? ഹിസ്റ്റോപാത്തോളജി സ്റ്റഡി ഓഫ് ടിഷ്യൂസ്. എഴുതി വെക്കാം, സ്റ്റഡി ഓഫ് ടിഷ്യൂ. ടിഷ്യൂകൾ, നമ്മുടെ ശരീരത്തിലെ കലകളെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ് ഹിസ്റ്റോപാത്തോളജി. സ്റ്റഡി ഓഫ് ടിഷ്യൂസ് എഴുതി വെക്കണോട്ടോ, സ്റ്റഡി ഓഫ് ടിഷ്യൂ. നമ്മൾ രോഗങ്ങൾ കണ്ടെത്താനുള്ള ഒരു ടിഷ്യൂകളെ വെച്ചിട്ട് നമ്മളുടെ ശരീരത്തിലെ ടിഷ്യൂസ്, കലകളെ കണ്ടെത്തുന്നതിന് വേണ്ടി, നമ്മുടെ അസുഖങ്ങൾ അല്ലെ, ടിഷ്യൂവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പഠനമാണ് ഹിസ്റ്റോപാത്തോളജി അല്ലെ. അതുപോലെ തന്നെ നമ്മളുടെ ആന്തരിക ക്ഷതങ്ങളൊക്കെ വരും അല്ലെ, അതായത് ഇപ്പൊ ഉള്ളിലുള്ള ആന്തരിക അവയവങ്ങളുടെ എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ, അതൊക്കെ നമ്മൾ ടിഷ്യൂസിനെ ബേസ് ചെയ്തുകൊണ്ടാണ് കണ്ടെത്തുന്നത്. ഓക്കെ, അപ്പോ എന്താണ് എഴുതിയത്? സ്റ്റഡി ഓഫ് ടിഷ്യൂസ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ക്യാൻസർ ഒക്കെ നമുക്ക് നോക്കാം. ടിഷ്യൂസ് അല്ലെ, നമ്മുടെ ശരീര കലകളെയല്ലേ നമ്മൾ ചെയ്യുന്നത്, ആണോ ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നത്? ടിഷ്യൂസ്. എക്സാമ്പിൾ ക്യാൻസർ പറയാം അല്ലെ, നമുക്ക് ടിഷ്യൂസിനെയാണ് നമ്മൾ നോക്കുന്നത്. ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് അല്ലെ. അപ്പോ ഹിസ്റ്റോപാത്തോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റഡി ഓഫ് ടിഷ്യൂസ്. Then next one നോക്കാം, സൈറ്റോളജി. എന്താ സൈറ്റോളജി? കേട്ടിട്ടുണ്ടോ? സൈറ്റോളജി സ്റ്റഡി ഓഫ് സെൽസ്. സെല്ലുകളെ കുറിച്ചിട്ടുള്ള പഠനമാണ് സൈറ്റോളജി. സ്റ്റഡി ഓഫ് സെൽസ് എഴുതി വെക്കണോട്ടോ പറയുമ്പോ, സ്റ്റഡി ഓഫ് സെൽസ് അല്ലെ. സെല്ലുകളെ കുറിച്ചിട്ടുള്ള പഠനമാണ് സൈറ്റോളജി അല്ലെ. കോശങ്ങൾ, മലയാളത്തിൽ നമുക്ക് കോശങ്ങൾ എന്ന് പറയാം. കോശങ്ങളെ കുറിച്ചുള്ള ഒരു പഠനമാണ് സൈറ്റോളജി എന്ന് പറയുന്നത്. സെൽസിന്റെ നമ്മുടെ സെല്ലുകളുടെ മീൻസ് എന്തൊക്കെയാ പറയാ, എക്സാമ്പിൾ പറയണെങ്കിൽ ഇപ്പൊ കോശങ്ങളുടെ സ്ട്രക്ചർ അല്ലെ, എങ്ങനെയാണ്, അത് കൂടാതെ തന്നെ രോഗനിർണയം, ഇതും സെല്ലുകൾ വഴി നമുക്ക് ക്യാൻസർ ഒക്കെ കണ്ടെത്താം ഇല്ലേ. സെല്ലുകളിൽ, കോശങ്ങളിൽ അല്ലെ നമ്മൾ ക്യാൻസർ വരുന്ന കോശങ്ങൾ ഏതൊക്കെയാണെന്നൊക്കെ കണ്ടെത്താനും സഹായിക്കുന്നു. അപ്പോ സൈറ്റോളജി ഇസ് ദ സ്റ്റഡി ഓഫ് സെൽസ്. ഓക്കെ, നെക്സ്റ്റ് വൺ റൊട്ടീൻ പാത്തോളജി. എന്താ റൊട്ടീൻ പാത്തോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, റൊട്ടീൻ പാത്തോളജി ഒറ്റ വേർഡാണ് അത്. റൊട്ടീൻ പാത്തോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയഗ്നോസിസ് ആണ്, അതായത് രോഗം നിർണയം കണ്ടുപിടിക്കുക. റൊട്ടീൻ പാത്തോളജി അതായത് നമ്മൾ ബ്ലഡ് ടെസ്റ്റിലൂടെയും മറ്റും നമ്മൾ ഡയഗ്നോസിസ് കണ്ടെത്തുന്ന രീതി. ഓക്കെ, അതിന് വേറെ പ്രത്യേകം സ്പെസിഫൈ ചെയ്യുന്നില്ല. ഹെമറ്റോളജി എന്ന് പറഞ്ഞാൽ ബ്ലഡ് ആണ്, ഹിസ്റ്റോപാത്തോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ്
ടിഷ്യൂസ്, ദെൻ സൈറ്റോളജി സ്റ്റഡി ഓഫ് സെൽസ്. റൊട്ടീൻ പാത്തോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ ഡയഗ്നോസിസ് ചെയ്യുന്നതാണ്, നമ്മൾ രോഗനിർണയം ചെയ്യുന്ന ഒരു ഇതിനെയാണ് നമ്മൾ റൊട്ടീൻ പാത്തോളജി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോ ക്ലിനിക്കൽ പാത്തോളജിയില നമ്മൾ ആ ഒരു വിഭാഗത്തിൽ പെടുന്നത് പറഞ്ഞു കഴിഞ്ഞു. ക്ലിയർ ആണോ? എഴുതാനുള്ളതെല്ലാം എഴുതിയെടുത്തല്ലോ. ഹെമറ്റോളജി സ്റ്റഡി ഓഫ് ബ്ലഡ്, ഹിസ്റ്റോപാത്തോളജി സ്റ്റഡി ഓഫ് ടിഷ്യൂ, സൈറ്റോളജി സ്റ്റഡി ഓഫ് സെൽസ്. ഓക്കെ, കംപ്ലീറ്റ് ആണല്ലോ. ഇനി നെക്സ്റ്റ് നോക്കാം, ക്ലിനിക്കൽ മൈക്രോബയോളജി. എന്താണ് ക്ലിനിക്കൽ മൈക്രോബയോളജി നോക്കാം. ക്ലിനിക്കൽ മൈക്രോബയോളജി നമ്മളുടെ, അതായത് ഓരോ മനുഷ്യ ശരീരത്തിലെയും ശരീരദ്രവങ്ങളുടെ വിശകലനത്തെ അടിസ്ഥാനമാക്കി. ലാസ്റ്റ് വൺ റൊട്ടീൻ പാത്തോളജി, അതായത് ജസ്റ്റ് രോഗനിർണയം നടത്തുന്നത്, അത്രേ ഉള്ളൂ. അതായത് നമ്മളിപ്പോ സാധാരണ നോർമൽ ബ്ലഡ് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്യില്ലേ, രോഗനിർണയം നടത്തുന്നത്. അത് സ്പെസിഫൈ ഒന്നും ചെയ്യുന്നില്ല. രോഗനിർണയം ഏത് രോഗങ്ങളും നമ്മൾ ഓരോ ടെസ്റ്റിലൂടെ കണ്ടെത്തുക. ഓക്കെ, റൊട്ടീൻ നമ്മൾ റൊട്ടീനായിട്ട് എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ ചെയ്യില്ലേ, ആ ഒരു കാര്യം. ഇനി അപ്പോ ക്ലിനിക്കൽ പാത്തോളജിയുടെ സെക്ഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ പോകുന്നത് ക്ലിനിക്കൽ മൈക്രോബയോളജി അല്ലെ. ഇനി എന്താണ് ക്ലിനിക്കൽ മൈക്രോബയോളജി എന്ന് നോക്കാം കേട്ടോ. ക്ലിനിക്കൽ മൈക്രോബയോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നമ്മുടെ ശരീരദ്രവങ്ങളുടെ വിശകലനത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു പരിശോധനയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ അതുപോലെ തന്നെ ബാക്ടീരിയയും അല്ലെ, നമ്മുടെ ശരീരത്തിൽ അറിയാലോ ബാക്ടീരിയകളും മറ്റുണ്ട് അല്ലെ. അപ്പോ എന്താണ് ബാക്ടീരിയകളെ കുറിച്ചോ അല്ലെങ്കിൽ ബാക്ടീരിയകളും അതുപോലെ തന്നെ ഈ വൈറസ് എന്നിവയെ കുറിച്ചിട്ടുള്ള പഠനങ്ങളൊക്കെയാണ് മൈക്രോബയോളജി എന്ന് പറയുമ്പോൾ അറിയാലോ, മൈക്രോ ഓർഗാനിസംസ് ഇല്ലേ, അതിന്റെ ഉള്ള ഒരു പഠനമാണ്. ഇനി അതിനുള്ളില് ചെറിയ ചെറിയ ബാക്ടീരിയ, വൈറസ് അങ്ങനെയുള്ള ബാക്ടീരിയകളെ കുറിച്ചിട്ടുള്ള നമ്മുടെ ശരീരത്തിനുള്ളിൽ ഈ വൈറസും അങ്ങനെയൊക്കെ കണ്ടുപിടിക്കുന്ന ഒരു പഠനശാലയാണ്. ഇനി അതിനുള്ളിൽ എന്തൊക്കെയാണ് വരുന്നത് നോക്കാം കേട്ടോ. മൈക്രോബയോളജി ഫസ്റ്റ് വൺ ബാക്ടീരിയോളജി. ബാക്ടീരിയോളജി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സ്റ്റഡി ഓഫ് ബാക്ടീരിയ എഴുതിക്കോളൂ. സ്റ്റഡി ഓഫ് ബാക്ടീരിയ, ബാക്ടീരിയോളജി, സ്റ്റഡി ഓഫ് ബാക്ടീരിയ. അല്ലെ. അപ്പോ ബാക്ടീരിയോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ബാക്ടീരിയകളെ കുറിച്ചിട്ടുള്ള ഒരു പഠനശാഖയാണ്. നമ്മൾ ബാക്ടീരിയകളും അതുപോലെ തന്നെ എന്താണ് അവയുടെ ബാക്ടീരിയയുമായിട്ട് വരുന്ന അസുഖങ്ങൾ അതിനെ കുറിച്ചിട്ടൊക്കെ ഒരു പഠനശാഖയാണ് ബാക്ടീരിയോളജി, സ്റ്റഡി ഓഫ് ബാക്ടീരിയ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ നോക്കി, മൈക്രോ ബാക്ടീരിയോളജി. എന്താ മൈക്രോ ബാക്ടീരിയോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? മൈക്രോ ബാക്ടീരിയോളജി, മൈക്രോ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? മൈക്രോ മീനിങ് എന്താ മലയാളത്തില്? മൈക്രോ മാക്രോ പഠിച്ചിട്ടുണ്ടോ? മൈക്രോ എന്ന് പറഞ്ഞാൽ സ്മോൾ എന്നാണ് അർത്ഥം അല്ലെ, ചെറിയ സൂക്ഷ്മജീവികൾ അല്ലെ, സ്മോൾ ഓർഗാനിസംസ്. എഴുതി വെക്കുക. മൈക്രോ ബാക്ടീരിയോളജിയുടെ അവിടെ എഴുതാം സ്റ്റഡി ഓഫ് സ്മോൾ മൈക്രോ ഓർഗാനിസം, സ്റ്റഡി ഓഫ് സ്മോൾ മൈക്രോ ഓർഗാനിസം. അതായത് ചെറിയ ചെറിയ സൂക്ഷ്മജീവികളൊക്കെ ഇല്ലേ, ഇപ്പോ ചെറിയ ചെറിയ ബാക്ടീരിയ പോലെയുള്ള കുഞ്ഞു സൂക്ഷ്മജീവികൾ അതിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ് മൈക്രോ ബാക്ടീരിയോളജി. സ്റ്റഡി ഓഫ് സ്മോൾ ഓർഗാനിസം. നെക്സ്റ്റ് വൺ വൈറോളജി. വൈറോളജി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സ്റ്റഡി ഓഫ് വൈറസ്, സ്റ്റഡി ഓഫ് വൈറസ്. കുറച്ചൊക്കെ നിങ്ങൾക്ക് നമുക്ക് തന്നെ സ്വയം പറയാൻ കഴിയുന്നതാണ് കേട്ടോ. വൈറസ് അല്ലെ, വൈറസുകളെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ് എന്ത്? വൈറോളജി. ദെൻ നോക്കാം. അപ്പോ വൈറോളജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ വരുന്ന വൈറസുകളും മറ്റും അല്ലെ, വൈറസുകളെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ്. പ്രിന്റില് മിസ്റ്റേക്ക് ഉണ്ടോ? ഏതായിരുന്നു? സെക്കൻഡ് മൈക്രോ ബാക്ടീരിയോളജി. മൈക്രോ എന്ന് തന്നെയാണ്, മൈക്രോ എന്ന് ഞാൻ പറഞ്ഞതാണ്, സ്മോൾ ഓർഗൻസിനെ കുറിച്ചുള്ളതാണ് കേട്ടോ.
മൈക്രോ എന്ന് തന്നെയാ പറയുന്നത് കേട്ടോ. മീൻസ് ചെറിയ സൂക്ഷ്മജീവികളെ കുറിച്ചിട്ടുള്ളതാണ്. പക്ഷെ അത് മൈക്രോ ബാക്ടീരിയോളജി എന്ന് പറയും. ടെക്സ്റ്റിലൊന്ന് നോക്കിയിട്ട് അത് റെഫർ ചെയ്തിട്ട് പറയാം കേട്ടോ. ചിലപ്പോൾ രണ്ടു തരത്തിലൊന്ന് പറയാം. മൈക്രോ എന്ന് പറയാം, മീൻസ് അതിന്റെ അർത്ഥം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സൂക്ഷ്മജീവികളെ കുറിച്ചുള്ള പഠനം എന്നാണ്. ഓക്കെ, സൂക്ഷ്മജീവികളെ കുറിച്ചുള്ള പഠനം എന്നാണ്. നമ്മള് മൈക്രോ ചെറിയ ചെറിയ അല്ലെ, കുഞ്ഞു ബാക്ടീരിയകളല്ലേ, ബാക്ടീരിയകളെ കുറിച്ചിട്ടുള്ള ഒരു പഠനമാണ് മൈക്രോ. അവിടെ ഒരു CRO ചേർത്തോ, R ചേർത്താ പോരെ? CRO, മൈക്രോ. ഒരു ആറിന്റെ കുറവില്ലേ എവിടെ ഉള്ളൂ? ഓക്കെ, ആറിനൊന്ന് നിങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് ചേർത്തേക്കും, മൈക്രോ. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിലെ എന്തെങ്കിലും കറക്ഷൻ ഉണ്ടെങ്കിൽ അത് ശരിയാക്കാം കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ കൈ റെഫർ ചെയ്യാൻ എടുത്തിട്ടില്ല. ഓക്കെ, മൈക്രോബയോളജി തന്നെയാ നമ്മൾ പറയാ, ചെറിയ സൂക്ഷ്മജീവികളാണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ മൈക്രോ എന്ന് ഞാൻ പറഞ്ഞത്. മൈക്രോ എന്ന് ഞാൻ പറഞ്ഞത് പ്രിന്റഡില് മിസ്റ്റേക്ക് ഉണ്ട്, ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്ന് അത് ക്ലിയർ ആക്കാം. ഓക്കെ, ദെൻ വൈറോളജി അല്ലെ. അപ്പൊ നമ്മള് വൈറോളജി പറഞ്ഞത് എന്തായിരുന്നു? MI അല്ലേ? നിങ്ങൾ കറക്റ്റ് ആയിട്ട് ജസ്റ്റ് ഒന്ന് വെട്ടിക്കൊണ്ട് അതിന്റെ മുകളിലൊന്ന് എഴുതാം. MICROBI എഴുതി വെച്ചോളൂ കേട്ടോ. MICRO സ്പെല്ലിംഗ് എഴുതി വെക്കുക. MICRO BIOLOGY മൈക്രോബയോളജി. മൈക്രോന്റെ സ്പെല്ലിംഗ് മാത്രം തിരുത്തിയാൽ മതി, ബാക്കി കുഴപ്പമില്ലല്ലോ. ബാക്ടീരിയോളജി എന്നല്ലേ കിടക്കുന്നത്. MICRO എന്നാക്കിയാ മതി. ക്ലിയർ ആയോ? ബാക്കി വെട്ടണ്ട, ഫസ്റ്റത്തെ മാത്രം MICRO മൈക്രോ എന്ന് ഒന്ന് ചേർത്ത് എഴുതാം വെട്ടിയിട്ട്. ഓക്കെ, മൈക്രോ ബാക്ടീരിയോളജി. ഇപ്പൊ ഓക്കെ ആയല്ലോ. പ്രിന്റഡില് ചിലപ്പോ കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ വരാറുണ്ട്. ചിലപ്പോ ഞാനത് വായിച്ചു പോകും, എന്റെ ശ്രദ്ധയിൽ പെട്ടില്ലെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിക്കാം. ഓക്കെ, പറയുമ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു പോകുക. ചിലപ്പോ പ്രിന്റഡില് എന്തെങ്കിലും ചെറിയ ചെറിയ മിസ്റ്റേക്കുകളൊക്കെ വരാറുണ്ട്. ഓക്കെ, അപ്പോ എവിടെ വരെ നോക്കി നമ്മള്? വൈറോളജി അല്ലെ? വൈറോളജി വരെയല്ലേ നോക്കിയത്? MICRO മൈക്രോ. മൈക്രോ എന്ന് തന്നെ പറയും. ദെൻ മൈക്രോ ബാക്ടീരിയോളജി എന്നും പറയും. ഇനി നമുക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് ഒന്ന് ക്ലിയർ ചെയ്യാം കേട്ടോ. ഇതിന്റെ ടെക്സ്റ്റില് എന്തെങ്കിലും സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഉണ്ടോ എന്നൊന്ന് നോക്കാം. ഓക്കെ, ദെൻ കണ്ടിന്യൂ ചെയ്യുന്നതാണ് കേട്ടോ. നമ്മുടെ ആ ഒരു ഫ്ലോ പോകും. മൈക്രോ ബാക്ടീരിയോളജി അല്ലേ, നമുക്ക് ക്ലിയർ ചെയ്യാം. നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്ന് ടെക്സ്റ്റ് നോക്കിയിട്ട് കറപ്ഷൻസ് ഉണ്ടെങ്കിൽ ടീച്ചർ റെഫർ ചെയ്തിട്ട് പറയാം. ഓക്കെ, മൈക്രോ ബാക്ടീരിയോളജി തന്നെയാ പറയാം കേട്ടോ. നോക്കാം, അടുത്തത് നോക്കാം കേട്ടോ. വൈറോളജി. വൈറോളജി എന്തായിരുന്നു പറഞ്ഞത്? സ്റ്റഡി ഓഫ് വൈറസ് അല്ലെ? വൈറസ് മൂലം വരുന്ന അസുഖങ്ങളെ കുറിച്ചിട്ടുള്ള പഠനം. എന്തൊക്കെയാണ് വൈറസ് മൂലം വരുന്ന അസുഖങ്ങള്? എക്സാമ്പിൾ ഏതൊക്കെയായിരുന്നു? വൈറസ് മൂലം വരുന്ന അസുഖങ്ങള് ഏതൊക്കെയാ? കോവിഡ് അല്ലെ, കൊറോണ. ദെൻ വൈറൽ ഫീവർ, നിപ്പ. പിന്നെ എന്തൊക്കെയുണ്ട്? പകർച്ചപ്പനികള് അല്ലെ, ഫ്ലൂയിഡ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ നോക്കാം, മൈക്കോളജി. എന്താ മൈക്കോളജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ? മൈക്കോളജി കേട്ടിട്ടുണ്ടോ? മൈക്കോളജി, മൈക്കോളജി മൈക്കോളജി കേട്ടിട്ടില്ല. ഓക്കെ, മൈക്കോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ഫംഗി. ഫംഗസുകളില്ലേ, ഫംഗസുകളെ കുറിച്ചിട്ടുള്ള പഠനം. ഓക്കെ, ഫംഗസുകളെ കുറിച്ചിട്ടുള്ള പഠനം. ഓക്കെ, FUNGI കേട്ടോ. ഫംഗി, FUNGI സ്പെല്ലിങ് FUNGI. സ്റ്റഡി ഓഫ്
FUNGI അല്ലെ? ഓക്കെ. സ്റ്റഡി ഓഫ് ഫംഗസുകളെ കുറിച്ചിട്ടുള്ള പഠനം. അതായത് ഫംഗസുകളൊക്കെ വരുമ്പോൾ നമ്മുടെ സ്കിൻ ഡിസീസ് ഒക്കെ വരും അല്ലെ? അലർജി അങ്ങനെയുള്ള സ്കിന്നിൽ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരുന്ന ആ ഒരു എക്സാമ്പിൾ ആണ് പറഞ്ഞത്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് പാരാസൈറ്റോളജി. എന്താ പാരാസൈറ്റോളജി കേട്ടിട്ടുണ്ടോ? പാരാസൈറ്റോളജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരാത അല്ലെ? അതായത് നമ്മള് പാരസൈറ്റ്സിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനം. സ്റ്റഡി ഓഫ് പാരസൈറ്റ്സ്. സ്റ്റഡി ഓഫ് പാരസൈറ്റ്സ്. പരാതങ്ങൾ അല്ലെ? പരാതങ്ങൾ എന്ന് പറയുമ്പോൾ എക്സാമ്പിള് എന്തൊക്കെ വരാം? എക്സാമ്പിള് ഇപ്പൊ അൺകുക്ക്ഡ് മീറ്റ്സ് ഒക്കെ കഴിക്കുമ്പോഴും അല്ലെ അങ്ങനെ വരുന്ന പ്രശ്നങ്ങള്. അതുപോലെ തന്നെ എന്താണ് മലിനപ്പെട്ട വെള്ളമൊക്കെ കുടിക്കുമ്പോഴും അല്ലെ? തുറന്നു വെച്ച അല്ലെങ്കിൽ ഒരു വൃത്തിയില്ലാത്ത വെള്ളം കുടിക്കുക അപ്പൊ വരുന്ന അസുഖങ്ങള്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മലേറിയ അല്ലെ? മീൻസ് വൃത്തിയില്ലാത്ത വൃത്തിഹീനമായിട്ടുള്ള ഫുഡിൽ നിന്നും മറ്റും ആഹാരങ്ങളൊക്കെ കഴിക്കുമ്പോൾ വരുന്ന അസുഖങ്ങളെല്ലാം ഇതൊക്കെ എന്താണ് പാരാസൈറ്റോളജിയുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. ദെൻ ഇമ്മ്യൂണോളജി. എന്താ ഇമ്മ്യൂണോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്മ്യൂണോളജി ഇമ്മ്യൂണിറ്റി ആണ് അല്ലെ? സ്റ്റഡി ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം. നമ്മളുടെ ശരീരത്തിലെ ഇമ്മ്യൂൺ പവർ, നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം, രോഗപ്രതിരോധ സംവിധാനം. ഇമ്മ്യൂൺ. ഓക്കെ. സ്റ്റഡി ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം. നമ്മളുടെ ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം അല്ലെ? അപ്പോ എക്സാമ്പിൾ എന്തൊക്കെ പറയാം? ചിലവർക്ക് പറയും ഇമ്മ്യൂൺ സിസ്റ്റം ഇല്ലെങ്കിൽ ഇങ്ങനെ അലർജി പ്രോബ്ലംസും അങ്ങനെയൊക്കെ പെട്ടെന്ന് തന്നെ അസുഖങ്ങളൊക്കെ പിടിപെടുന്ന പറയും അല്ലെ? ചിലവർക്ക് ഒട്ടും ശരീരത്തിൽ അത് പ്രതിരോധിക്കാനായിട്ടുള്ള ഒരു ഇമ്മ്യൂൺ പവർ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് അത്തരത്തിലുള്ളവർക്ക് പെട്ടെന്ന് തന്നെ അസുഖങ്ങള്, പനി, ചുമയൊക്കെ അടുത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ അസുഖങ്ങളൊക്കെ വരുന്ന പറയാറുണ്ട് അല്ലെ? ഇപ്പൊ അലർജി അങ്ങനെയുള്ള പ്രതിരോധ ശക്തി ഇല്ല അവർക്ക്. ഓക്കെ. നെക്സ്റ്റ് വൺ സെറോളജി. സെറോളജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? സ്റ്റഡി ഓഫ് ബ്ലഡ് അല്ലെ? ബ്ലഡ് സെറംസ്. സ്റ്റഡി ഓഫ് സെറംസ്. സെറോളജി സ്റ്റഡി ഓഫ് ബ്ലഡ് സെറം എന്ന് തന്നെ എഴുതണം കേട്ടോ. ബ്ലഡ് സെറം എഴുതാം. കാരണം ഹിമറ്റോളജി ആണ് സ്റ്റഡി ഓഫ് ബ്ലഡ് വരുന്നത്. സോ സെറം എന്ന് പറയുമ്പോൾ സെറോളജി എന്ന് പറയുമ്പോൾ സ്റ്റഡി ഓഫ് ബ്ലഡ് സെറം. ഓക്കെ. ബ്ലഡ് സെറം എന്ന് എഴുതണേ അല്ലെ? അതായത് നമ്മളുടെ ശരീരത്തിലെ ബ്ലഡ് സെറമിന്റെയും മറ്റു ശരീരദ്രവങ്ങളുടെയൊക്കെ പഠനമാണ് എന്താ സെറോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മളുടെ സെറത്തില്, നമ്മളുടെ ബ്ലഡ് ബോഡിയില് നമ്മളുടെ ആന്റിബോഡികളുടെയും നമ്മുടെ രോഗനിർണയത്തിനൊക്കെ സഹായിക്കുന്നു അത് അല്ലെ? ദെൻ പ്രതിരോധങ്ങൾ, നമുക്ക് ആന്റിസെറോക്കെ പ്രതിരോധങ്ങൾ. സെറോളജി എന്ന് പറയുമ്പോൾ ആന്റിബയോട്ടിക്കിന്റെ പ്രതികരണമായിട്ടാണ് ശരിക്കും നമുക്ക് പനിയൊക്കെ വരാന്ന് പറയാം ഇല്ലേ? അത് പ്രതിരോധിക്കുന്നത് നമ്മളുടെ ബോഡിയിൽ. ഓക്കെ. സെറോളജി എഴുതിയോ? സ്റ്റഡി ഓഫ് ബ്ലഡ് സെറം. ഓക്കെ. ഇപ്പൊ ക്ലിനിക്കൽ മൈക്രോബയോളജിയിൽ നമ്മൾ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നോക്കുന്നത് ക്ലിനിക്കൽ ബയോകെമിസ്ട്രി. ക്ലിനിക്കൽ ബയോകെമിസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് ഇപ്പോ ഒരു പേഷ്യന്റിന് രോഗനിർണയത്തിനും ചികിത്സയ്ക്കുമായിട്ടും നമ്മുടെ നോർമലി ചെയ്യുന്നത് പോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ സ്രവങ്ങള് അല്ലെങ്കിൽ ആ സ്രവങ്ങൾ വിശകലനം ചെയ്യുന്ന ഒരു വിഭാഗമാണ്, ഒരു ഉപവിഭാഗമാണ് എന്ത്? ക്ലിനിക്കൽ ബയോകെമിസ്ട്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ? രോഗനിർണയം, ചികിത്സ, അതുപോലെ തന്നെ പ്രതിരോധം, രോഗനിരീക്ഷണം എന്നിവ പോലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ബയോകെമിസ്ട്രിയിൽ ചെയ്യുന്നത്. ബയോകെമിക്കൽ അനാലിസിസ്, ഹോർമോണൽ അനാലിസിസ് അല്ലെ? ബയോകെമിക്കൽ അനാലിസിസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ വിവിധ ബയോകെമിക്കൽ പ്രതിപ്രവർത്തനങ്ങളിലൂടെ, അതായത് നമ്മളുടെ എൻസൈമുകളും നമ്മുടെ ശരീരത്തിലെ എൻസൈമുകളൊക്കെ ഉണ്ടാവില്ല നമ്മുടെ ശരീരത്തില്, അങ്ങനെയുള്ള പ്രോട്ടീനുകളും നോൺ പ്രോട്ടീനുകളും നമ്മുടെ കരളിന്റെ പ്രവർത്തനം, ഇങ്ങനെയുള്ള ശരീരത്തിലെ മറ്റ് സൂചകങ്ങൾ, നമ്മുടെ ശരീരത്തിലെ ഓരോ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടല്ലോ, എന്നിവ നിർണ്ണയിക്കാനായിട്ടാണ് നമ്മൾ ബയോകെമിക്കൽ അനാലിസിസ് ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിന്റെ സ്രവങ്ങളുടെ പ്രവർത്തനം, അതുപോലെ എൻസൈമുകള്, കരളിന്റെ പ്രവർത്തനം എങ്ങനെയാണ്, ഇതെല്ലാം നിർണ്ണയിക്കാനാണ് ബയോകെമിക്കൽ അനാലിസിസ് ചെയ്യുന്നത്.
ഹോർമോണൽ അനാലിസിസ് അല്ലെ. ഹോർമോണൽ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ ശരീരത്തിൽ ഹോർമോണുകൾ സൃഷ്ടിക്കുന്നുണ്ട് അല്ലെ. എല്ലാവരുടെയും ശരീരത്തിലെ ഹോർമോൺസുകൾ സൃഷ്ടിക്കുന്നുണ്ട്. സോ ഈ ഹോർമോൺസിന്റെ വേരിയേഷൻസും മറ്റും കണ്ടെത്താൻ. ഹോർമോൺ ചേഞ്ചസ് വരുമ്പോ ഒത്തിരി പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് ഇല്ലേ. ഹോർമോൺ ചേഞ്ചസ് വരുമ്പോ മറ്റു അസുഖങ്ങൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അസുഖങ്ങൾ വരാറില്ലേ. എന്തൊക്കെയാണ് എക്സാമ്പിൾ, ഏതൊക്കെയാണ് ഹോർമോൺ ചേഞ്ചസ് വരുന്ന? തൈറോയിഡ് പറയാം. വേറെ എന്തൊക്കെയാണ്? ഒബിസിറ്റി വരാം. PCOS PCOD വരാം അല്ലെ. അതിന്റെ വണ്ണം വരാം. ദെൻ പിന്നെ എന്തൊക്കെയാണ് മെയിൻ പ്രശ്നം എന്താണ്? ഇപ്പൊ നമ്മളുടെ റിസൾട്ടായിട്ട് കൂടുതലായിട്ടും വരുന്ന തൈറോയിഡ്. ഓക്കെ, PCOD അല്ലെ. ഈ PCOD ഒക്കെ വരുമ്പോ തന്നെ നമ്മുടെ ശരീരത്തിലെ തൈറോയിഡിന്റെ വന്ധ്യതയ്ക്ക് കാരണമാവും. മീൻസ് കുഞ്ഞുങ്ങൾ ഉണ്ടാവാനൊക്കെ ലേറ്റ് ആവാം, അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ വരാം അല്ലെ. നമ്മുടെ ശരീരത്തിലെ ഓരോ ഹോർമോണിന്റെയും ഇൻഫെർട്ടിലിറ്റി സംഭവിക്കാം. ഓക്കെ, അപ്പൊ തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് വരുന്നത്. ഹോർമോണൽ അല്ലെ, തൈറോയിഡ് തകരാറുകൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ. ദെൻ വേണമെങ്കിൽ 2 എക്സാമ്പിൾ ഒന്ന് എഴുതി വെക്കാം കേട്ടോ. ഹോർമോണൽ അസൈൻസിന്റെ താഴെ എഴുതാം എക്സാമ്പിൾ. ഹോർമോൺ ചേഞ്ചസ് മൂലം വരുന്ന 2 അസുഖങ്ങൾ എക്സാമ്പിൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. എക്സാമിന് ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എഴുതി വെക്കാം ഏതെങ്കിലും 2 എണ്ണം. തൈറോയിഡ്, PCOD, ഇൻഫെർട്ടിലിറ്റി. 3 എണ്ണം എഴുതിക്കോ. തൈറോയിഡ്, PCOD or PCOS or PCOD or then infertility. Okay. ഓക്കെ, ഇപ്പൊ നമ്മളുടെ ഫങ്ഷണൽ ഡിവിഷൻസ് ഓഫ് ലാബ് സർവീസ് ആണ് നോക്കിയത്. ജസ്റ്റ് ഒന്നും കൂടി പറയാം. ക്ലിനിക്കൽ പാത്തോളജി ആണ് ഫസ്റ്റ് നമ്മൾ പറഞ്ഞത്. അതിൽ വരുന്നത് ഹ്യൂമറ്റോളജി, ഹിസ്റ്റോപാത്തോളജി, സൈറ്റോളജി, റൊട്ടീൻ പാത്തോളജി. ഹ്യൂമറ്റോളജി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ബ്ലഡ്, ഹിസ്റ്റോപാത്തോളജി സ്റ്റഡി ഓഫ് ടിഷ്യൂസ്, സൈറ്റോളജി എക്സാമിന്റെ ഡേറ്റ് ഒന്നും ആയിട്ടില്ല. പോർഷൻസ് കംപ്ലീറ്റ് ആവണ്ടേ, എങ്കിലല്ലേ എക്സാം നടക്കൂ. പഠിക്കാനുള്ളത് പോർഷൻസ് കംപ്ലീറ്റ് ആവട്ടെ കേട്ടോ. Then cytology വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റഡി ഓഫ് സെൽസ്. Then routine pathology നമ്മുടെ ഡയഗ്നോസിസ് പ്രോസസ്. ക്ലിനിക്കൽ മൈക്രോബയോളജിയിൽ വരുന്നത് ബാക്ടീരിയോളജി, then മൈക്രോബാക്ടീരിയോളജി. മൈക്രോ എന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത്. മീനിങ് ഈ സൂക്ഷ്മ മൈക്രോബാക്ടീരിയ മീൻസ് ചെറിയ സൂക്ഷ്മ ജീവികളുടെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ സൂക്ഷ്മ ബാക്ടീരിയകളെ കുറിച്ചിട്ടുള്ള പഠനമാണ്. ഇതിന് മൈക്രോ എന്ന് തന്നെയാ പറയുന്നത്. മീനിങ് ഈ ചെറിയ സൂക്ഷ്മ ജീവികളുടെ പഠനം. സൂക്ഷ്മ ബാക്ടീരിയകള് നമ്മൾ മൈക്രോസ്കോപ്പിലൂടെ ഒക്കെ വെച്ച് നോക്കുന്നില്ലേ, പരിശോധിക്കാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്യുന്നത് ചെറിയ ബാക്ടീരിയകൾ. മൈക്രോ എന്ന് തന്നെയാണ് അതിനെ ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. ദെൻ വൈറോളജി സ്റ്റഡി ഓഫ് വൈറസ്. ദെൻ മൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താ, സ്റ്റഡി ഓഫ് ഫംഗി ഫംഗസുകളെ കുറിച്ചുള്ള പഠനം. പാരാസൈറ്റോളജി സ്റ്റഡി ഓഫ് പാരാസൈറ്റ്സ്. ഇമ്മ്യൂണോളജി സ്റ്റഡി ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം. ദെൻ സെറോളജി സ്റ്റഡി ഓഫ് ബ്ലഡ് സിറം. ഇത് ഇന്ന് തന്നെ ഈ സ്റ്റഡീസുകൾ പഠിച്ചിരിക്കണം കേട്ടോ. ഇന്ന് തന്നെ ഒറ്റയടിക്ക് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ്. കാരണം ആ സ്റ്റഡീസിൽ നിന്ന് ഏതെങ്കിലും 1 2 ഏതെങ്കിലും ചിലപ്പോൾ അതിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, എക്സാമിന് പ്രതീക്ഷിക്കാം കേട്ടോ അതിൽ നിന്ന് ക്വസ്റ്റ്യൻസുകള്. ദെൻ ക്ലിനിക്കൽ ഇമ്മ്യൂണോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റഡി ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം. നമ്മുടെ രോഗപ്രതിരോധ ശേഷി എന്ന് പറയില്ലേ, ഇമ്മ്യൂണിറ്റി പവർ ഉണ്ടാകാന്ന് പറയില്ലേ. അസുഖങ്ങളൊന്നും പെട്ടെന്ന് വരില്ല ഇമ്മ്യൂൺ പവർ ഉള്ള ബോഡിയിലാണെങ്കിൽ. ഇമ്മ്യൂൺ സിസ്റ്റം, സ്റ്റഡി ഓഫ് ഇമ്മ്യൂൺ സിസ്റ്റം. ഓക്കെ, മൈക്കോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരുന്നു, സ്റ്റഡി ഓഫ് ഫംഗി. FUNGI ഫംഗസ്. ഞാൻ പറഞ്ഞു, ഞാൻ പറയുമ്പോൾ നോട്ട് ചെയ്ത് വെക്കണം. കാരണം റിപ്പീറ്റ് പിന്നെ എക്സ്ട്രാ നോട്ട് നമുക്ക് തരേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഇതിനോടൊപ്പം തന്നെ ഞാൻ പറയുമ്പോൾ എഴുതി പോകാം. ഇനി എക്സാമിന് വരുമ്പോ ഇത് പഠിച്ചിട്ടില്ലല്ലോ എന്ന് വിചാരിക്കരുതും. അതുകൊണ്ടാണ് പ്രത്യേകം എടുത്തെടുത്ത് ഞാൻ നോട്ട് ചെയ്യാൻ പറഞ്ഞത്. ഇനിയും എന്തെങ്കിലും നിങ്ങൾ എഴുതാൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ എഴുതാം. ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഫ്രണ്ട്സിനോട് അന്ന് എന്തെങ്കിലും ഒക്കെ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാം.
ഓക്കെ, എഴുതാത്തവരുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ. ദെൻ ക്ലിനിക്കൽ ബയോ കെമിസ്ട്രിയിൽ വരുന്നത് ബയോ കെമിക്കൽ അനാലിസിസും ഹോർമോണൽ അനലൈസും. ഹോർമോണൽ ചേഞ്ചസ് മൂലം ഉണ്ടാകുന്ന എന്തൊക്കെയാണ് എക്സാമ്പിൾ പറഞ്ഞത്? അസുഖങ്ങള്, ഡിസീസസ് ഏതൊക്കെയായിരുന്നു? 3 എക്സാമ്പിൾ ഒന്ന് പഠിച്ചു വെക്കണം കേട്ടോ. PCOD, PCOS, തൈറോയിഡ്, പിന്നെ എന്തായിരുന്നു? ഇൻഫെർട്ടിലിറ്റി. അതും ഒന്ന് പഠിച്ചു വെക്കണം. എക്സാമിന് ചിലപ്പോൾ ചോദിക്കാം ഹോർമോണൽ അനാലിസിസുമായിട്ട് ബന്ധപ്പെടുന്ന ക്വസ്റ്റ്യൻസുകൾ. ഹോസ്പിറ്റലിലാണ്. ഓക്കെ, അതാ ഞാൻ പറഞ്ഞത്. ചിലപ്പോൾ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഓരോരുത്തരും നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരായിരിക്കും, പക്ഷെ ഏതെങ്കിലും എഴുതാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ആയിരിക്കാം, എനിക്ക് മനസ്സിലാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നോട്ട് ചെയ്യാത്തവരുണ്ടെങ്കിൽ കുഴപ്പമില്ല. ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ നോട്ട് കംപ്ലീറ്റ് എഴുതിയിട്ടുള്ള ആളുകൾ ഒന്ന് എഴുതാത്തവരുടെ പേരിൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന സാഹചര്യം, സിറ്റുവേഷൻ ഏതാണെന്ന് പറയാൻ പറ്റില്ലല്ലോ ഓരോരുത്തരും. അപ്പൊ അങ്ങനെയുള്ളവര് കുഴപ്പമില്ല, ഷെയർ ചെയ്ത് കൊടുത്താൽ മതി. നിങ്ങൾ കംപ്ലീറ്റ് ആയവര് നിങ്ങളുടെ ഗ്രൂപ്പൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അതിലൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നോട്ട് ചെയ്യാതെ വെക്കരുത്. കാരണം എക്സാമിന് വരുമ്പോൾ ഞാൻ നോട്ട് ചെയ്തില്ല എന്നോർത്ത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റാതെ വരാൻ പാടില്ല. ഓക്കെ, ദെൻ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ഫങ്ഷണൽ ഡിവിഷൻസ് ഓഫ് ലബോറട്ടറി സർവീസ് വായിച്ചു നോക്കാം. വായിക്കുമ്പോൾ ഇത് 3 ബോക്സ് വായിക്കുമ്പോൾ നമ്മൾ എഴുതിയത് കൂടി ഒന്ന് വായിക്കാം. സ്റ്റഡി ഓഫ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വായിച്ചു പോവുക. ഓക്കെ, കണ്ടിന്യൂ വായിച്ചോളൂ കേട്ടോ. ബയോകെമിക്കൽ ക്ലിനിക്കൽ ബയോകെമിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തില് വിവിധ പ്രവർത്തനങ്ങളോ, നമ്മള് എൻസൈമുകളോ, അല്ലെങ്കിൽ നമ്മുടെ കരളിന്റെ പ്രവർത്തനം, അല്ലെങ്കിൽ ഹാർട്ടിന്റെ പ്രവർത്തനം, അങ്ങനെ ഓരോ പ്രവർത്തനങ്ങളോ നമ്മൾ മറ്റു ടെസ്റ്റുകളിലൂടെ കണ്ടെത്തുന്നതിനാണ് ബയോകെമിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങളോ പ്രതിപ്രവർത്തനങ്ങളോ നമ്മൾ കണ്ടെത്തുന്നത്, ഡയഗ്നോസിസ് ചെയ്യുന്നത്. ഹോർമോണൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തില് ഹോർമോണൽ ഇംബാലൻസും ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ നിരീക്ഷിക്കുന്നത്. അതിന്റെ ഡീറ്റെയിൽ ഒന്നും പഠിക്കാനില്ല, ജസ്റ്റ് അത് എന്താണെന്ന് മനസ്സിലാക്കാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. വായിക്കുമ്പോൾ തന്നെ നിങ്ങൾ അതൊന്ന് മാക്സിമം പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. ജസ്റ്റ് വെറുതെ വായിക്കുക എന്ന് പറയുമ്പോൾ അത് ഒന്ന് ഓടിച്ചിട്ട് വായിക്കില്ല. വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ അത് പതിയണം. അല്ലാതെ ചുമ്മാ ഒറ്റയടിക്ക് ഇവിടെ ഓടിച്ചിട്ട് വായിക്കില്ല. വായിക്കുമ്പോ ആ ഒരു 50%, ഒരു പകുതിയെങ്കിലും നമ്മുടെ മനസ്സിൽ അത് പതിയണം. അങ്ങനെ ആയിരിക്കണം വായന എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ അത്രയും മനസ്സിലാക്കിയത് വായിക്കണം കേട്ടോ.
ഓക്കെ, കംപ്ലീറ്റ് ചെയ്ത് എല്ലാവരും വായിച്ചോ? ഓൾമോസ്റ്റ് കഴിഞ്ഞ എല്ലാവരും? ഓക്കെ, 50% പഠിച്ചോ? വായിച്ചിട്ട് ഒരു 50% പഠിച്ചോ? ഉറപ്പാണോ? ക്വസ്റ്റ്യൻ ചോദിച്ചാൽ പറയാൻ പറ്റുമോ? സ്റ്റഡീസ് കുറച്ചെങ്കിലും പഠിച്ചോ? ഓക്കെ, ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കണില്ല കേട്ടോ, ജസ്റ്റ് ഞാൻ പറഞ്ഞാണ്, പഠിക്കാൻ വേണ്ടിട്ട് പറയണതാണ്. കാരണം വായിക്കുമ്പോ തന്നെ പരമാവധി പഠിച്ചോ അത് നോക്കാം കേട്ടോ. മനസ്സിരുത്തി വായിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടും. നെക്സ്റ്റ് പാർട്ട് സെക്ഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഹയറാർക്കി. അതായത് ഒരു ടേബിൾ ആണ്. ഒരു ലബോറട്ടറിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ, അവരുടെ ഒരു പൊസിഷൻ എന്താണ്, ദെൻ അവരുടെ എഡ്യൂക്കേഷൻ, ട്രെയിനിങ്, അവരുടെ ഡ്യൂട്ടി. ഓക്കെ, ഒരു ലബോറട്ടറിയിൽ നമ്മൾ ചെല്ലുമ്പോൾ ഒത്തിരി സ്റ്റാഫുകളെ കാണാറുണ്ട്. ആരൊക്കെയാണെന്ന് നമുക്കറിയില്ല അല്ലെ? അപ്പോ ഓരോ പൊസിഷൻ ഉണ്ട് ഓരോരുത്തർക്കും. അപ്പോ ഓരോ സ്റ്റാഫുകളുടെ പൊസിഷൻ എന്താണ്, അവരുടെ ട്രെയിനിങ്, അവരുടെ എഡ്യൂക്കേഷൻ, ദെൻ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ് ജസ്റ്റ് നോക്കാം. അപ്പോ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രത്യേകം പറയാം, പൊസിഷനും റെസ്പോൺസിബിലിറ്റീസും ഇമ്പോർട്ടന്റ് ആണ്. എഡ്യൂക്കേഷൻ, ട്രെയിനിങ് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, അത് പഠിക്കണമെന്നില്ല, വായിക്കണം. ഓക്കെ, എന്താണെന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് മെയിൻ ആയിട്ട് നോക്കേണ്ടത് പൊസിഷനും അദ്ദേഹം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഡ്യൂട്ടി. അതിനാണ് നമുക്ക് പ്രാധാന്യം. എക്സാമിന് നമുക്ക് അങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരാറ്. ട്രെയിനിങ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ അങ്ങനെ ഇതുവരെ ചോദിച്ചിട്ടില്ല. നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. പൊസിഷനും റെസ്പോൺസിബിലിറ്റിയും ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ നോക്കാട്ടോ. ഏറ്റവും ടോപ്പ് തുടങ്ങിയാണ് നമ്മൾ നോക്കുന്നത്. ഏറ്റവും ടോപ്പ് പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാ? ലബോറട്ടറി ഡയറക്ടർ. നമുക്കറിയാം എല്ലാ സ്ഥാപനത്തിന്റെയും ഒരു ടോപ്പ് പൊസിഷൻ ഡയറക്ടറാണ് അല്ലെ? അപ്പൊ ഇവിടെയും ലബോറട്ടറി ഡയറക്ടർ. ദെൻ അദ്ദേഹത്തിന്റെ ട്രെയിനിങ് എന്താണെന്ന് ജസ്റ്റ് നോക്കാം. ഡോക്ടറൽ ഡിഗ്രി, MDയോ അല്ലെങ്കിൽ PhDയോ അങ്ങനെ എടുത്തൊരു എഡ്യൂക്കേഷൻ ആയിരിക്കും. MDയും PhD. MD എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താണ്? ഡോക്ടർ ഓഫ് മെഡിസിൻ എടുത്തതാണ്, PhD ചെയ്തതാണ്, ഡോക്ടർ ഓഫ് ഫിലോസഫി. ദെൻ PhD എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഡിഗ്രി ലെവലൊക്കെ കഴിഞ്ഞു, PG ലെവലിൽ കഴിഞ്ഞിട്ടുള്ളൊരു കോഴ്സുകൾ. Sometimes a medical laboratory scientist board certification recommended അല്ലെ? അതുപോലെ തന്നെ ശാസ്ത്രജ്ഞൻ സയന്റിസ്റ്റ് ബോർഡിനൊക്കെ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. അതായത് അത്രയും ഹൈ പൊസിഷൻ ഡിഗ്രി ലെവലിൽ ഉള്ള ഒരു വ്യക്തിയാണ് ലബോറട്ടറി ഡയറക്ടർ എന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റിയിലോട്ട് വരാം. Controls and manage all lab operations and ensure quality patient care. അല്ലെ? ലാബിലെ എല്ലാ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യുകയും മാനേജ് ചെയ്യുകയും ദെൻ പേഷ്യൻസിന് ഗുണമേന്മയുള്ള ക്വാളിറ്റി കെയർ അല്ലെ, ക്വാളിറ്റി ആയിട്ടുള്ള പരിചരണം നൽകുന്നു. ദെൻ എക്സ്പ്ലെയിൻ ടെസ്റ്റ് റിസൾട്ട്സ് വിത്ത് കൺസൾട്ടിങ് പാത്തോളജിസ്റ്റ് അല്ലെ? പാത്തോളജിസ്റ്റുമായിട്ട്, പാത്തോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ കൺസൾട്ടിങ് ഡോക്ടറില്ലേ രോഗനിർണയം നടത്തുന്ന ഡോക്ടറിനൊപ്പം ചേർന്ന് ഡോക്ടറോട് കൂടിയിട്ട് എന്ത് ചെയ്യുന്നു? ടെസ്റ്റിന്റെ റിസൾട്ടുകൾ പേഷ്യന്റിന് വിശദീകരിച്ച് കൊടുക്കുന്നു. ഓക്കെ, ഇതാണ് ഒരു ഡയറക്ടറിന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? ലാബിലെ എല്ലാ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യുക, മാനേജ് ചെയ്യുക, പേഷ്യൻസിന് ക്വാളിറ്റി കെയർ നൽകണം, ദെൻ റിസൾട്ടുകൾ ഡോക്ടറോട് ചേർന്ന് വിശകലനം ചെയ്യുക. ഓക്കെ, ഡയറക്ടർ ഓക്കെ ആണോ? ക്ലിയർ ആയോ ഡയറക്ടറിന്റെ ഡ്യൂട്ടി? ഓക്കെ, എഡ്യൂക്കേഷൻ ജസ്റ്റ് നിങ്ങളൊന്ന് വായിക്കുക കേട്ടോ, സ്കിപ്പ് ചെയ്യണ്ട, അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് തന്നിരിക്കുന്നത്. റെസ്പോൺസിബിലിറ്റീസിന് പ്രാധാന്യം കൊടുക്കുക. ഓക്കെ, ദെൻ രണ്ടാമതായിട്ട് അപ്പൊ ഡയറക്ടറിന്റെ താഴെ വരുന്ന അടുത്ത വ്യക്തിയാണ് ടെക്നിക്കൽ സൂപ്പർവൈസർ. സൂപ്പർവൈസർ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്തായിരിക്കും അദ്ദേഹം ചെയ്യേണ്ടത് ഡ്യൂട്ടി. സൂപ്പർവൈസറിന്റെ ഡ്യൂട്ടി എന്താണ്? സൂപ്പർവിഷൻ ചെയ്യാം അല്ലെ? നോക്കാം കേട്ടോ. ടെക്നിക്കൽ സൂപ്പർവൈസറിന്റെ എഡ്യൂക്കേഷൻ എന്താണെന്ന് നോക്കാം. അദ്ദേഹവും ഒരു ഡോക്ടറൽ ഡിഗ്രി ആയിരിക്കും, MDയോ അല്ലെങ്കിൽ ഇതുപോലെ PhD. ദെൻ മാസ്റ്റർ ഓർ ബാച്ചിലേഴ്സ് ഡിഗ്രി, എക്സ്പീരിയൻസ് വിത്ത് ബോർഡ് സർട്ടിഫിക്കേഷൻ. അതുപോലെ മാസ്റ്റർ ഓഫ് ഡിഗ്രി PG ലെവലൊക്കെ എടുത്തിട്ടുള്ള ഒരു വ്യക്തിയായിരിക്കും. ദെൻ അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റീസ് പ്രൊവൈഡ് സൂപ്പർവിഷൻ ഓഫ് ടെക്നിക്കൽ ആൻഡ് സയന്റിഫിക് ഫങ്ഷൻസ് ഓഫ് ലാബ് അല്ലെ? ലാബിലെ ടെക്നിക്കൽ പരമായിട്ടും അല്ലെങ്കിൽ സാങ്കേതികപരമായിട്ടും ശാസ്ത്രീയപരമായിട്ടും സൂപ്പർവിഷൻ ചെയ്യുക. ഇവിടുത്തെ സ്റ്റാഫുകളൊക്കെ ഒന്ന് പ്രവർത്തനങ്ങളെയും മറ്റും ഒന്ന് കോർഡിനേറ്റ് ചെയ്യുക, സൂപ്പർവിഷൻ ചെയ്യുക. ദെൻ മൂന്നാമത്തെ പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജനറൽ സൂപ്പർവൈസർ.
ആദ്യം പറഞ്ഞത് ടെക്നിക്കൽ സൂപ്പർവൈസർ ആണ്. സോ അദ്ദേഹമാണ് ടെക്നിക്കൽ ആൻഡ് സയന്റിഫിക്കൽ ഫങ്ഷൻസിനെ സൂപ്പർവിഷൻ ചെയ്യുന്നത്. ഇനി ജനറൽ സൂപ്പർവൈസർ മൊത്തത്തിലുള്ള സൂപ്പർവൈസർ ആയിരിക്കും. എഡ്യൂക്കേഷൻ നോക്കാം. മേ ബി ദ സെയിം പേഴ്സൺ ആസ് ദ ലാബ് ഡയറക്ടർ ഓർ ടെക്നിക്കൽ സൂപ്പർവൈസർ. ജനറൽ സൂപ്പർവൈസർ എന്ന് പറയുന്നത് ഈ ഒന്നില്ലെങ്കിൽ ആ ഡയറക്ടർ തന്നെയായിരിക്കും, അല്ലെങ്കിൽ ടെക്നിക്കൽ സൂപ്പർവൈസർ തന്നെയായിരിക്കും. ഡിപ്പെൻഡിങ് ഓൺ ലാബ് എക്സ്പീരിയൻസ്, നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയായിരിക്കും. MLS അല്ലെങ്കിൽ MD MLT ഒക്കെ ക്വാളിഫൈഡ് ആയിരിക്കും. MLT എന്ന് വെച്ചാൽ എന്താണ്? MLT മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ. MLS എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഡിക്കൽ ലബോറട്ടറി സയന്റിസ്റ്റ്. അപ്പോ ഒന്നില്ലെങ്കിൽ ഡയറക്ടർ തന്നെയാവാം, അല്ലെങ്കിൽ ടെക്നിക്കൽ സൂപ്പർവൈസർ തന്നെയായിരിക്കും ജനറൽ സൂപ്പർവൈസറും. ഒരാൾ തന്നെ ഇരിക്കുന്നു. ഇനി റെസ്പോൺസിബിലിറ്റീസ് നോക്കി. പ്രൊവൈഡ് സൂപ്പർവിഷൻ ഓഫ് ഡേ ടു ഡേ ഫങ്ഷൻസ് ഓഫ് ദ ലാബ്. ലാബിലെ ഓരോ ഡേ ടു ഡേ ദൈനംദിന പ്രവർത്തനങ്ങളെ സൂപ്പർവിഷൻ ചെയ്യുന്നതാണ് ജനറൽ സൂപ്പർവൈസർ. മൊത്തത്തിൽ അല്ലെ, ടോട്ടൽ ആയിട്ടുള്ള ജനറൽ എന്ന് പറയുമ്പോൾ. ടെക്നിക്കൽ എന്ന് പറയുമ്പോൾ ടെക്നിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ സൂപ്പർവിഷൻ ചെയ്യുന്നത്. നെക്സ്റ്റ് പൊസിഷൻ നോക്കിയേ. MLT മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ. ലാബ് ടെക്നീഷ്യന്മാരില്ലേ, നമ്മളുടെ ബ്ലഡ് ഒക്കെ എടുക്കുന്നതും ടെസ്റ്റ് ഒക്കെ ചെയ്യുന്നവര്. മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ. എഡ്യൂക്കേഷൻ നോക്കാം. അസോസിയേറ്റഡ് ഡിഗ്രി ആൻഡ് കംപ്ലീഷൻ ഓഫ് അക്രഡിറ്റഡ് MLT കോഴ്സ്, അംഗീകാരമുള്ള MLT കോഴ്സ് ചെയ്തവരായിരിക്കാം. ഓർ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ലൈസൻസ് സർട്ടിഫിക്കേഷൻ may be required by employees. അതുപോലെ തന്നെ ലൈസൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ ആവശ്യം ആയി വന്നേക്കാം. അവർക്ക് മീൻസ് അവർ MLT ഒക്കെ പഠിച്ചവരായിരിക്കും. എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടാകും. അവരുടെ ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ എന്താണ്? പെർഫോം കസ്റ്റമറി ടെസ്റ്റ് ആൻഡ് ക്വാളിറ്റി കൺട്രോൾ ഓൺ ടെസ്റ്റ്സ് അണ്ടർ സൂപ്പർവിഷൻ MLS ആൻഡ് MT. പതിവ് പരിശോധനകളും മറ്റും ചെയ്യുക. അതായത് എന്തൊക്കെയാണ്? ഇപ്പൊ പേഷ്യൻസ് വരുമ്പോൾ പേഷ്യൻസിൽ നിന്നും സാമ്പിളുകളൊക്കെ കളക്ട് ചെയ്യുക, ബ്ലഡ് എടുക്കുന്നതും അത് ടെസ്റ്റുകളൊക്കെ ചെയ്തതാണ് MLT മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. അണ്ടർ സൂപ്പർവിഷൻ ഓഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ MLS-ന്റെയും MT-യുടെയും സൂപ്പർവിഷന്റെ കീഴിലുള്ള ഈ രോഗികളുടെ സാമ്പിളുകൾ എടുക്കുക, പരിശോധിക്കുക. ലാസ്റ്റ് പൊസിഷൻ ആണ് PBT ഫ്ലിബറ്റോമിസ്റ്റ്. കേട്ടിട്ടുണ്ടോ ഫ്ലിബറ്റോമിസ്റ്റ്? ഫ്ലിബറ്റോമിസ്റ്റ് ആദ്യമായിട്ട് കേൾക്കണോ? ഓക്കെ. ഫ്ലിബറ്റോമിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒന്നുമില്ല, അദ്ദേഹത്തിന്റെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാല് ഹൈസ്കൂളോ ഡിഗ്രി അങ്ങനെയുള്ള ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ് ഒക്കെ മാത്രം മതി. ഗ്യാദേഴ്സ് ബ്ലഡ് സാമ്പിൾസ് ഫ്രം പേഷ്യന്റ് ഫോർ ലാബ് ടെസ്റ്റ്. പേഷ്യൻസിൽ നിന്നും ആ ബ്ലഡ് സാമ്പിളുകൾ കളക്ട് ചെയ്യുന്ന വ്യക്തിയാണ് ഫ്ലിബറ്റോമിസ്റ്റ്. ചിലപ്പോ സാമ്പിളുകളൊക്കെ കളക്ട് ചെയ്യാനായിട്ടൊക്കെ പോകും അല്ലെ. ഇവരുടെ തന്നെ ഒരു ഇപ്പോൾ ലബോറട്ടറി തന്നെ, ഒരു ലബോറട്ടറിയുടെ തന്നെ ഡിഫറെന്റ് ബ്രാഞ്ചസുകളൊക്കെ ഉണ്ടാകും ഇല്ലേ. ബ്രാഞ്ചസുകള് ചിലപ്പോ അവര് മറ്റൊരു ബ്രാഞ്ചസിലോട്ടായിരിക്കും ചില ടെസ്റ്റുകൾ ഒരു ബ്രാഞ്ചിൽ ഉണ്ടാവില്ല, അവരുടെ തന്നെ വേറൊരു ബ്രാഞ്ചിലായിരിക്കും അവർ ടെസ്റ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പോ ഇതുപോലെ ഡിഫറെന്റ് ബ്രാഞ്ചസിലോട്ടൊക്കെ ടെസ്റ്റുകളും അല്ലെങ്കിൽ സാമ്പിളുകളൊക്കെ കൊണ്ടുപോകാനായിട്ട് നമ്മൾ കൊണ്ടുപോകുന്ന ആ ഒരു വ്യക്തിയാണ് ഫ്ലിബറ്റോമിസ്റ്റ് എന്ന് പറയുന്നത്. കളക്ഷൻ ബോയ് എന്നൊക്കെ പറയും ചിലപ്പോ. കളക്ഷൻ എടുക്കാൻ വരുന്നത് ബോയ് മാത്രമല്ല കേട്ടോ. ഇതിൽ ഞാൻ പറഞ്ഞതാണ് സാമ്പിളുകൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ടെസ്റ്റിനൊക്കെ വേണ്ടി കൊണ്ടുപോകില്ലേ, കണ്ടിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അതാണ് ഫ്ലിബറ്റോമിസ്റ്റ് എന്ന് പറയുന്നത്. ഇത്രേ ഉള്ളൂ നമ്മുടെ പൊസിഷന്റെ ഹൈറാർക്കി. പ്രധാനമായിട്ടും 5 വ്യക്തികളാണ് അപ്പൊ ഒരു ലാബിന്റെ പൊസിഷൻസിൽ വരുന്നത്. ആരൊക്കെയാണ്? ലബോറട്ടറി ഡയറക്ടർ, ടെക്നിക്കൽ സൂപ്പർവൈസർ, ജനറൽ സൂപ്പർവൈസർ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, ദെൻ ഫ്ലിബറ്റോമിസ്റ്റ്. ഡയറക്ടറിന്റെയും കൺട്രോൾസ് ചെയ്യുന്നു, എല്ലാ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യുന്നു, ക്വാളിറ്റി കെയർ കൊടുക്കുന്നു, റിസൾട്ടുകൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ടെക്നിക്കൽ സൂപ്പർവൈസർ ടെക്നിക്കൽ പരമായിട്ടുള്ളത് സൂപ്പർവിഷൻ ചെയ്യുന്നു. ജനറൽ സൂപ്പർവൈസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഡേ ടു ഡേ ഫങ്ഷൻസ് സൂപ്പർവിഷൻ ചെയ്യുന്നു. മെഡിക്കൽ ലബോറട്ടറി സ്റ്റാഫ് ആണ്, നമ്മളുടെ ടെസ്റ്റുകൾ മറ്റും ചെയ്യുന്നു. ഫ്ലിബറ്റോമിസ്റ്റ് ബ്ലഡ് സാമ്പിൾസ് കളക്ട് ചെയ്യുന്നു. സിമ്പിൾ ആയിട്ട് പറഞ്ഞില്ലേ. ഒറ്റയടിക്ക് എങ്ങനെ മനസ്സിലാക്കി പഠിക്കുക. നമ്മൾ ഈ ഹാർട്ട് ചെയ്ത് പഠിക്കുമ്പോഴാണ് അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. സിമ്പിൾ ആയിട്ട് നമുക്ക് പറ്റും എന്നുള്ള രീതിയിൽ നമ്മളുടേതായ രീതിയിലോട്ട് അതിനെ പഠിക്കുക. ഓക്കെ. വായിച്ചു നോക്കാം കേട്ടോ. എഡ്യൂക്കേഷനും വായിക്കണം. ഇമ്പോർട്ടന്റ് കൊടുക്കേണ്ടത് റെസ്പോൺസിബിലിറ്റീസിനാണ്. ഓക്കെ. ടേബിൾ വായിച്ചു നോക്കാം കേട്ടോ. മനസ്സിലാക്കി വായിക്കാം. വായിക്കുമ്പോൾ തന്നെ ഒരു മാക്സിമം പകുതി ഭാഗം പഠിക്കാൻ ശ്രമിക്കാം കേട്ടോ. നല്ല സിമ്പിൾ ആയി ഇത് ഒറ്റയടിക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. വായിച്ചു നോക്കാം കേട്ടോ.
കംപ്ലീറ്റ് ചെയ്തോ? വായിച്ചു എല്ലാവരും ടേബിള്? ഓക്കെ, അപ്പോ നമ്മള് ഇങ്ങനത്തത് നോക്കാം കേട്ടോ. അപ്പൊ നമ്മൾ ലബോറട്ടറി സർവീസ് തുടങ്ങിയ ചാപ്റ്റർ ആണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ഇൻട്രൊഡക്ഷൻ സെക്ഷനില് എന്താണ് ലബോറട്ടറി, പിന്നെ നമ്മുടെ സാമ്പിളുകൾ പരിശോധിച്ച് പേഷ്യൻസിന്റെ അസുഖം എന്താണ്, രോഗമെന്ന് കണ്ടെത്തുന്നു. രോഗനിർണയമാണ് സാമ്പിളുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കണ്ടെത്തുന്നത്. ദെൻ ഫങ്ഷണൽ ഡിവിഷൻസ് ആണ് 5 നമ്മൾ പറഞ്ഞത്. ക്ലിനിക്കൽ പാത്തോളജി, ക്ലിനിക്കൽ മൈക്രോബയോളജി, ക്ലിനിക്കൽ ബയോകെമിസ്ട്രി, then urine analysis, blood bank. Then അതിൽ നമ്മൾ ഓരോന്നിലും സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു സ്റ്റഡീസുകൾ ഏതൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. അത് കൃത്യമായിട്ട് പഠിക്കാം. ദെൻ ഹൈറാർക്കി പൊസിഷനുകളാണ് മെയിൻ ആയിട്ട് 5 ഹൈറാർക്കിയാണ്. ഡയറക്ടർ ഉണ്ട്, സൂപ്പർവൈസർ, ടെക്നിക്കൽ സൂപ്പർവൈസർ, ജനറൽ സൂപ്പർവൈസർ, മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ, ഫ്ലീബറ്റോമിസ്റ്റ്. ക്ലിയർ ആണോ? എടുത്തത്ര ക്ലിയർ ആണോ? ഓക്കെ ആണോ? റെസ്പോൺസ് ഒന്നും ഇല്ലാലോ? ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇത് ഇത്രയും ഭാഗം വായിക്കാം. പഠിക്കാനുണ്ട്, കുറച്ചെടുത്തിട്ടുള്ളെങ്കിലും അത്രയും തന്നെ നമുക്ക് ഒത്തിരി പഠിക്കാനുണ്ട് അല്ലെ. സ്റ്റഡീസ് ഉണ്ട്, ടേബിള്. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഇത്രയും ഭാഗം എല്ലാവരും പഠിച്ചിരിക്കണം. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതുവരെ ഉള്ളത് പഠിക്കാം, ബാക്കി നമുക്ക് കണ്ടിന്യൂഷൻ എടുക്കാം. ഓക്കെ, താങ്ക് യു ഓൾ.